ഹലോ ഗൈസ്, ദിസ് ഈസ് ഓൺ യുവർ ദക്ഷിണമൗലി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കണ്ണൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ കൊട്ടിയൂർ മഹാദേവ ടെമ്പിളിലേക്കാണ്. നമ്മൾ ചെങ്ങന്നൂരിൽ നിന്ന് 7:30 ട്രെയിനാണ് കയറിയത്. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് റെഡിയാക്കിക്കൊണ്ട് വന്ന ഫുഡാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. രാവിലെ തന്നെ തലശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 3 മണിയപ്പോൾ എത്തി. അവിടുന്ന് ഒരു ലോഡ്ജ് എടുത്ത് കുളിച്ച് സെറ്റായി. അങ്ങനെ അവിടുന്ന് ഒരു ബസ് കയറി. 5:50 ആയപ്പോഴത്തേക്കും ബസ് കയറി. നമ്മളൊരു 7-8 മണി ആയപ്പോഴത്തേക്കും നമ്മുടെ കണ്ണൂർ കൊട്ടിയൂർ അമ്പലത്തിലെത്തി. ബസ് യാത്ര തന്നെ ഒരു 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൊട്ടിയൂർ എത്തിയപ്പോഴാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്ന 2 ക്ഷേത്രങ്ങളുണ്ട്. ഇത് രണ്ടും നമ്മൾ വിസിറ്റ് ചെയ്യണം. ഇതാണ് ഇക്കരെ കൊട്ടിയൂരെ കാഴ്ചകൾ. മുട്ടറ്റം വെള്ളത്തിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല ഗൈസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകേണ്ട അമ്പലമാണ് കൊട്ടിയൂർ. അപ്പോൾ വരാൻ പറ്റിയില്ല, ഒരു ഭാഗ്യം കിട്ടി. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഈ കാണുന്ന നദിയുടെ സൈഡിൽ അച്ചായ ഇങ്ങനെ ഒന്ന് മുങ്ങി ഗൈസ്. അതിനുശേഷം ആറിൻ്റെ അകത്തു നിന്നൊരു കല്ല് എടുത്തു. ഈ കല്ല് നമ്മളൊരു കല്ലിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഓരയ്ക്കണം. അപ്പോൾ ചുമപ്പ് കളർ കിട്ടുകയാണെങ്കിൽ പാർവതി ദേവിയുടെ അനുഗ്രഹവും, വെള്ള കളറ് അല്ലെങ്കിൽ ഭസ്മ കളറോ ചന്ദന കളറോ കിട്ടുകയാണെങ്കിൽ മഹാദേവൻ അനുഗ്രഹം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കണ്ടില്ലേ ഗെയ്സ്, അങ്ങനെ ഒരുപാട് ഹിസ്റ്ററീസ് ഒളിഞ്ഞിരിക്കുന്ന ഒരു അമ്പലമാണ് കൊട്ടിയൂർ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ വീട്ടിലേക്ക് തൂക്കിയിടാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഓടപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണിത്. കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്ന പന ഒരു പ്രത്യേക സൈസിലെ പനയാണ്. ആ പന കല്ലും വെച്ച് ഇടിച്ച് ഭയങ്കര എന്തൊക്കെയോ ആക്കിയിട്ട് ഇങ്ങനൊരു പ്രത്യേക മുള്ള് വെച്ചിട്ട് ചീവി ഒതുക്കി അതിൻ്റെ ജടയെല്ലാം കളഞ്ഞ് സെറ്റാക്കിയാണ് ഈ ഒരു ഓടപ്പൂ എന്ന് പറയുന്ന പൂ ഉണ്ടാക്കുന്നത്. ഇത് കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ എങ്കിൽ ഒത്തിരി നേരത്തെ എഫോർട്ടിൻ്റെ ഫലമാണ് നമ്മുടെ കൊണ്ടുപോകുന്ന പൂ. കണ്ടില്ലേ ഗൈസ്, ഇത് കാണാൻ തന്നെ അടിപൊളിയാണ്. അതുപോലെ കൊട്ടിയൂർ ഭാഗത്തുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കൊന്നും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടുന്ന് തന്നെ ഞാൻ ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ യാത്രാ വിശേഷം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.